ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വീക്ക് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 100 പോയിൻ്റ് അല്ലെങ്കിൽ 150 പോയിൻ്റ് താഴെ നിഫ്റ്റി ഓപ്പൺ ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികളെല്ലാം തന്നെ വീക്കാണ്. ഗോൾഡും വീക്കാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ നല്ല രീതിയിലുള്ള ടെക്നോളജി സെൽ ഓഫാണ് നമ്മൾ കണ്ടത്. ടെക്നോളജി സെക്ടറിൽ അമേരിക്കയുടെ സുപ്രീമസി പോകുന്നു എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് കാണുന്നത്. NVIDIA ഇന്നലെ 8.5% താഴെ വന്നിരിക്കുന്നത്. S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 21.13 ആണ് ഇന്നലെ. മിനിഞ്ഞാന്നത് 19.10 ആയിരുന്നു. ഇതും സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിനെ തന്നെയാണ്. അമേരിക്കൻ മാർക്കറ്റിൽ യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ട്രംപ് പറയുന്നത് വീണ്ടും ചൈനയുടെ മേൽ 10% അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്നുള്ള കാർ ഇമ്പോർട്ടിന്മേൽ 25% താരിഫ് ഏർപ്പെടുത്തുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പൊതുവെ മാർക്കറ്റുകളിൽ ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന പുതിയ അനൗൺസ്മെൻറ്റുകളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ എല്ലാ മാർക്കറ്റിലും ഉണ്ടാവാം. കമ്പാരിറ്റീവ്ലി നമ്മൾ ലെസ് ഇമ്പാക്റ്റഡ് ആണ് ഇനീഷ്യലി ഒക്കെ. പക്ഷേ ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ വരികയാണെങ്കിൽ നമ്മുടെ ജോബ് സെക്ടറിനെയൊക്കെ ബാധിക്കാം, മാനുഫാക്ചറിങ്ങിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് ട്രംപും നമ്മുടെ പ്രൈം മിനിസ്റ്ററും തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരം $500 ബില്യൺ ആയിട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അത്തരത്തിലുള്ളൊരു ഡീലൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ചെറിയ ഒരു റിലീഫൊക്കെ ഉണ്ടായേക്കാം. അല്ലാത്ത പക്ഷം ഗ്ലോബൽ മാർക്കറ്റുകൾ ഉണ്ടാകുന്ന വൊളാറ്റിലിറ്റി നമ്മളെയും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് നമ്മുടെ Q3 GDP ഡാറ്റ അനൗൺസ്മെൻറ്റ് വരികയാണ്. 6.3-നും 6.7% ഇടയിലൊരു ഫിഗർ വന്നാൽ മാത്രമാണ് ഗവൺമെൻറ് പ്രൊജക്ഷൻ പോലെ 6.5% ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് GDP ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. ഇതിനേക്കാളും വളരെ താഴ്ന്നൊരു ഫിഗറാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി മാർക്കറ്റിലുണ്ടാവുക. ഇന്ന് ട്രേഡിങ്ങിന് ശേഷമാണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നത്. സെബിയുടെ പുതിയ ചെയർമാനായിട്ട് തുഹിൻ കാന്ത പാണ്ഡെ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഫിനാൻസ് സെക്രട്ടറി അപ്പോയിൻറ്റഡ് ആയിരിക്കുകയാണ്. മാർച്ച് 1 തൊട്ടാണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത്. അഡാനി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള എയർപോർട്ടുകളിലെ റീറ്റെയിൽ ബിസിനസ്സൊക്കെ ടേക്ക് ഓവർ ചെയ്യാനുള്ള പ്ലാനിലാണ്. അവർ പറയുന്നത് ഇപ്പോൾ ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൊന്നും തന്നെ വലിയ സെയിൽസ് ഒന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം വലിയ പ്രൈസായ കാരണമെന്ന് പറയുന്നത്. ഒരു പ്രൈസ് കുറച്ച് ഓഫർ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് ഇത് ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് ലഭിക്കുന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ റെയിൽ ലൈറ്റിങ്ങിന് 2752 കോടി രൂപ വരെ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ നിന്നുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഓർഡർ ബുക്ക് 7400 കോടിയാണ്. റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. RVNL 135.66 കോടി ഓർഡർ കിട്ടിയിട്ടുണ്ട്. GE പവർ 273.5 കോടി ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. പൊതുവേ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ ഇന്ത്യയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരുപക്ഷെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ 22,400, 22,200, 22,000, 21,800 ലെവലിലേക്കൊക്കെ ഫർദർ സെൽ ഓഫ് വരികയാണെങ്കിൽ താഴാനുള്ള സാധ്യതകളുണ്ട്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ അറ്റ് എവറി ഫാളിൽ ഘട്ടമായിട്ട് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.